മലങ്കര കാതലിക് ടിവിയുടെ കാറ്റക്കിസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തീയ ധാർമ്മികതയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്. ഈ എപ്പിസോഡിൽ നാം 10 കൽപ്പനകളിലേക്ക് കടക്കുകയാണ്. ചെറിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. കർത്താവേ, ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. 10 കൽപ്പനകളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കൽപ്പനകളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും കൽപ്പനകൾ പഠിപ്പിക്കുന്നതിനും മുമ്പ് നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട ചില ധാരണകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കൽപ്പനകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമതായിട്ട്, നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൽപ്പനകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ രൂപപ്പെടാൻ പാടില്ലാത്ത ഒരു ചിത്രമാണിത്. ഒരു പിതാവ് വടിയുമായി കുട്ടിയെ തല്ലാൻ ഓടിക്കുന്ന ഒരു ചിത്രം. ദൈവപിതാവ് കൽപ്പനകൾ നമുക്ക് തരുമ്പോൾ കൽപ്പനകളാകുന്ന ഭാരപ്പെടുത്തലുകളുമായി നമ്മുടെ പിന്നാലെ നിരന്തരം നമ്മെ ശിക്ഷിക്കാൻ വടിയുമായി നമുക്ക് പണിഷ്മെന്റ് തരാൻ വേണ്ടി വരുന്ന ഒരു പിതാവ് അല്ല. കൽപ്പനകൾ അങ്ങനെ കാണാൻ പാടില്ല. നേരെ മറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിത്രം സ്നേഹവാനായ, വാത്സല്യവാനായ ഒരു പിതാവിൻ്റെ ചിത്രമാണ്. കുഞ്ഞിനെ സ്നേഹപൂർവ്വം ക്ഷമയോടെ നടക്കാൻ പഠിപ്പിക്കുന്ന ഒരു പിതാവ്. ഓരോ കാൽവയ്പിലും അവൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട്, അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ നടക്കേണ്ട വഴി കാണിച്ചു കൊടുക്കുന്ന, അവനെ നടക്കാൻ അഭ്യസിപ്പിക്കുന്ന പിതാവ്. ദൈവപിതാവ് ഇങ്ങനെയാണ്. കൽപ്പനകളും നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം ഈ ഒരു രീതിയിലാണ് നാം കാണേണ്ടത്. കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, ഇവിടെ ഒരു അമ്മ കുട്ടിയോട് ശാസനാപൂർവം പറയുകയാണ്, മഴ നനയരുത്, തല്ലുകൊള്ളും. അപ്പം ഈ ഒരു മോഡൽ ആണ് കൽപ്പനകൾ അനുസരിക്കുന്ന നാമും കൽപ്പനകൾ നൽകുന്ന ദൈവവും തമ്മിൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് വരാൻ ചിലപ്പോഴെങ്കിലും സാധ്യതയുള്ളത്. ചിലരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ധാരണ കിടപ്പുണ്ട്. മഴ നനയരുത്, തല്ലുകൊള്ളും. അമ്മ പറയുകയാണ്, മഴ നനഞ്ഞാൽ ശിക്ഷയായി ഞാൻ നിന്നെ തല്ലും. അപ്പോൾ കുട്ടിക്ക് മഴ നനയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മഴ നനയാൻ പോകുന്നില്ല. കാരണം ഭയമാണ്. ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി മഴയിൽ നനയാൻ പോകുന്നില്ല എന്ന് കുട്ടി വെക്കണം. അതാണ് കൽപ്പന പാലിക്കുന്ന കുട്ടിയുടെ മനോഭാവം. അമ്മയാകട്ടെ കുട്ടി കൽപ്പന ലംഘിച്ചാൽ തല്ലും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒന്നുകിൽ അമ്മയ്ക്ക് കുട്ടി മഴ നനഞ്ഞാലും ശിക്ഷ കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ശിക്ഷിക്കാം. ഇങ്ങനെ നമ്മൾ കണ്ടാൽ നമ്മുടെ മനസ്സിൽ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കൽപ്പന ലംഘിക്കുന്നതിന് ശിക്ഷയായി ദൈവം നരകത്തിലെറിയുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കൽപ്പന ലംഘിക്കുമ്പോൾ അതിനുള്ള ശിക്ഷയായി ദൈവം നമ്മെ നരകത്തിലേക്ക് അയക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു മനോഭാവമാണ്, ദൈവമെല്ലാം ക്ഷമിക്കും. കൽപ്പന ലംഘിച്ചാലും നമ്മൾ ക്ഷമാപൂർവം ദൈവത്തിൻ്റെ അടുത്തേക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് പോയാൽ കർത്താവ് എല്ലാം ക്ഷമിക്കും. അതുകൊണ്ട് കൽപ്പന ലംഘിക്കുന്നത് വലിയ കുഴപ്പമില്ല, ക്ഷമ കിട്ടും എന്നുള്ള ഒരു മനോഭാവം. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഒരിക്കലും പാടില്ല. ഈ കാറ്റഗറി അല്ല. ഇങ്ങനെ കൽപ്പനകൾ തരുന്നതും ദൈവവും കൽപ്പന പാലിക്കേണ്ട ആളും തമ്മിൽ ഈ ഒരു വിഭാഗത്തിൽ അല്ല പെട്ടിരിക്കുന്നത്. മഴ നനയരുത്, തല്ലുകൊള്ളും എന്ന രീതിയിലല്ല കൽപ്പനകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇതാണ് ശരിയായ ധാരണ. നമ്മുടെ മനസ്സിൽ വരേണ്ട ചിത്രം ഇതാണ്. മഴ നനയരുത്, പനി വരും. ഇവിടെ അമ്മ കുട്ടിയോട് മുന്നറിയിപ്പ് എന്ന നിലയിൽ പറയുകയാണ്, മഴ നനയരുത്, പനി വരും. അപ്പോൾ പനി വരും, മഴ നനഞ്ഞാലുള്ള ഫലം പനി വരും എന്നുള്ളതാണ്. പനി വരാതിരിക്കണമെങ്കിൽ കുട്ടി മഴ നനയരുത്. അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മഴ നനഞ്ഞാൽ പനി വരും എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ പനി വരികയാണെങ്കിൽ അത് കുട്ടി മഴ നനഞ്ഞിട്ട് കുട്ടിക്ക് അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് അവിടെ അമ്മയ്ക്ക് അതിൽ കാര്യമൊന്നുമില്ല. അമ്മ വാണിംഗ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പനി വരാതെ അമ്മയ്ക്ക് തടയാനൊന്നും പറ്റത്തില്ല. കുട്ടി മഴ നനഞ്ഞാൽ പനി വരും, മുൻകൂട്ടി അറിയിക്കാൻ അമ്മയ്ക്ക് പറ്റും. മഴ നനയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണ ഇതാണ്, കൽപ്പന പാലിച്ചാൽ ഞാൻ ദൈവത്തെ നേടുന്നു, സ്വർഗം നേടുന്നു. കൽപ്പന ലംഘിച്ചാൽ എനിക്ക് ദൈവത്തെ നഷ്ടമാകുന്നു. അപ്പോൾ എൻ്റെ തിരഞ്ഞെടുപ്പാണത്. ദൈവം പറഞ്ഞു തരുന്നു എല്ലാ കാര്യങ്ങളും. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. കൊന്നാൽ, വ്യഭിചാരം ചെയ്താൽ, മോഷ്ടിച്ചാൽ, കള്ളസാക്ഷ്യം പറഞ്ഞാൽ നിനക്ക് എൻ്റെ കൂടെ നിത്യജീവൻ കിട്ടുകയില്ല. മുന്നിൽ നമ്മൾ കണ്ട ആ മഴ നനയരുത്, തല്ലുകൊള്ളും എന്നുള്ള ആ മോഡലിലാണെങ്കിൽ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിന്നെ ശിക്ഷിക്കും എന്നാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ
കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. അങ്ങനെ ചെയ്താൽ നിനക്ക് സ്വർഗം നഷ്ടമാകും. കൽപ്പന ലംഘിച്ചാൽ എനിക്ക് ദൈവത്തെ നഷ്ടമാകും. കൽപ്പന പാലിച്ചാൽ ഞാൻ ദൈവത്തെ നേടുന്നു. ദൈവം നമുക്ക് എല്ലാ സഹായവും തരും. കൽപ്പന പാലിക്കാൻ, കൽപ്പനയുടെ വഴിയിൽ നടക്കാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ട അറിവ് തരുന്നു. അത് പാലിക്കാനുള്ള കഴിവ് തരുന്നു, നമ്മെ സഹായിക്കുന്നു. പക്ഷേ നരകമോ സ്വർഗമോ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങളിൽ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹവും കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ ശാപവും എന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ നിയമാവർത്തനം 30-ാം അധ്യായം 15-ഉം 20-ഉം വാക്യങ്ങളിൽ ജീവനും നന്മയും മരണവും തിന്മയും നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. കൽപ്പനകൾ അനുസരിക്കുന്നവൻ നന്മ നേടുന്നു, അതേസമയം കൽപ്പനകൾ ലംഘിക്കുന്നവർ തിന്മയും മരണവും തിരഞ്ഞെടുക്കുന്നു എന്ന് നമ്മൾ കണ്ടു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങളിലും അതുപോലെ വിസ്തൃതമായ വാതിൽ, വിശാലമായ വഴി വിനാശത്തിലേക്ക് നയിക്കുകയാണ്, ഇടുങ്ങിയ വാതിലും വീതി കുറഞ്ഞ വഴിയും ജീവനിലേക്ക് നയിക്കുന്നു എന്ന് നമ്മോട് വചനം വ്യക്തമായിട്ട് പറയുന്നു. ഏതിലേ പോകണം, ഏത് വഴി തിരഞ്ഞെടുക്കണം, ഏത് വാതിലിലൂടെ കടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തിയുമാണ്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതേ കാര്യം തന്നെ പറയുന്നു. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. സ്വാതന്ത്ര്യമുണ്ട്, തീരുമാനിക്കണം. ഒരാളിൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് കൽപ്പനകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ദൈവം നടക്കേണ്ട വഴി നമുക്ക് പറഞ്ഞു തരും, നടക്കാൻ സഹായിക്കുന്നു, വീണാൽ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. എന്ത് സഹായത്തിനും ദൈവം ഉണ്ടാകും. പക്ഷെ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ആ ചിത്രത്തിലും മഴ നനയരുത്, പനി വരുമെന്ന് അമ്മ പറയുന്നു. കുട്ടി അനുസരിക്കാതെ മഴ നനഞ്ഞാൽ, പനി വന്നാൽ അമ്മ വേണ്ട ശുശ്രൂഷ നൽകും, മരുന്ന് കൊടുക്കും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പനി വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ വീണ്ടും കുട്ടിക്ക് മുന്നറിയിപ്പൊക്കെ നൽകി അമ്മ വേണ്ട ശുശ്രൂഷകളൊക്കെ നൽകും. അതുപോലെയാണ് ദൈവവും. നമ്മൾ കൽപ്പന ലംഘിച്ചാൽ വീണ്ടും നമുക്ക് നല്ല വഴിയിൽ നടക്കാനുള്ള അവസരങ്ങൾ തരും, വേണ്ട കൃപ തരും. എല്ലാ കാര്യങ്ങളിലും സഹായിച്ചുകൊണ്ട് നമ്മളോട് ഒപ്പം ദൈവം ഉണ്ട്. ഇത്രയും നമ്മൾ കൽപ്പനകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ ധാരണകളാണ്, ചിത്രങ്ങളാണ്. ഇനി കൽപ്പനകൾക്ക് വിവിധമായ നാമങ്ങൾ, പേരുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണം, ധാർമ്മിക നിയമം, സാക്ഷ്യഫലകം, ഉടമ്പടിയുടെ കൽപ്പലകകൾ, ഉടമ്പടി, ഉടമ്പടി വ്യവസ്ഥകൾ, ഉടമ്പടിയുടെ വചനങ്ങൾ, 10 പ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ, ദൈവവചനം, കർത്താവിൻ്റെ നിയമം, കർത്താവിൻ്റെ കൽപ്പനകൾ, കർത്താവിൻ്റെ മാർഗം, കർത്താവിൻ്റെ ചട്ടങ്ങൾ, ഉടമ്പടി പത്രിക. ഇങ്ങനെ പല പേരുകളിലാണ് 10 കൽപ്പനകൾ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാകും. എന്തുകൊണ്ട് 10 കൽപ്പനകൾ? എന്തുകൊണ്ടാണ് ഈ എണ്ണം? യഹൂദ മനസ്സനുസരിച്ച് 10 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യയാണ്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ എല്ലാമായി എന്ന അർത്ഥത്തിൽ. ധാർമ്മിക ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഈ 10 കൽപ്പനകളിൽ അടങ്ങിയിട്ടുണ്ട്. സീനായി മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി എന്നാണ് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം കാണുന്നത്. സീനായി മലയിൽ വെച്ച് 40 രാവും പകലും ദൈവം മോശയോട് സംസാരിച്ചു. ദൈവം സംസാരിച്ച എല്ലാ കാര്യങ്ങളും സംക്ഷിപ്തമായിട്ട് ചുരുക്കി ആണ് മോശ കൽപ്പനയായിട്ട് അവർക്ക് നൽകിയത്. അപ്പോൾ നമുക്ക് ആ പശ്ചാത്തലത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വ്യക്തി ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും ഇവ ഉൾക്കൊള്ളുന്നു. 10 എന്ന് പറയുമ്പോൾ ഇവ എല്ലാം വ്യക്തി ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥമാണ്. ഇനി 10 കൽപ്പനകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് 10 കൽപ്പനകളുടെ പശ്ചാത്തലവും നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പശ്ചാത്തലം എന്ന് പറയുമ്പോൾ 10 കൽപ്പനകൾ നൽകപ്പെട്ട സാഹചര്യം, അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിൽ വേണം നാം കൽപ്പനകളെ മനസ്സിലാക്കാൻ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി 1:26 ദൈവം പറയുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇപ്പൊ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവവും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യനും, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഒരു ഗാഢമായ ഒരു ബന്ധം, ആ ബന്ധം ഈ കൽപ്പനകളുടെ പശ്ചാത്തലത്തിൽ ഉണ്ട്.
ആ ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ്, ആ ബന്ധത്തിൻ്റെ ബലത്തിലാണ് കൽപ്പനകൾ ദൈവം നമുക്ക് നൽകുന്നത്. ഇപ്പം സൃഷ്ടാവിന് സൃഷ്ടിയെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തുന്നതാണ് ഈ 10 കൽപ്പനകൾ. മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, അവനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലുണ്ട്. അപ്പം അതെങ്ങനെയാണ് നാം എങ്ങനെ അത് ജീവിക്കണം എന്ന് ദൈവം പറഞ്ഞു തരികയാണ് ഈ 10 കൽപ്പനകളിലൂടെ. അതുപോലെ ദൈവം വിമോചകനാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, മോശയെ വിളിക്കുന്ന സാഹചര്യത്തിൽ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളുടെ കഷ്ടതകൾ ഞാൻ കണ്ടു, നിങ്ങളുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, രോദനം ഞാൻ കേട്ടു, യാതനകൾ ഞാൻ അറിയുന്നു. അങ്ങനെയുള്ള ഒരു ജനത്തിൻ്റെ ക്ലേശങ്ങൾ കണ്ടുകൊണ്ട്, ആ ജനത്തിൻ്റെ രോദനം കേട്ടുകൊണ്ട്, അവരുടെ ക്ലേശങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ വിമോചിപ്പിക്കാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം അവരെ മോചിപ്പിക്കാൻ, അടിമത്തത്തിൽ നിന്ന് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവം. അപ്പോൾ ദൈവം നൽകുന്ന ആ വിമോചനത്തിൻ്റെ അനുഭവം ഇസ്രായേൽ ജനത അനുഭവിച്ചു. അതിൻ്റെ ബലത്തിലാണ് അവർ ഈ കൽപ്പനകളൊക്കെ സ്വീകരിക്കുന്നതും ഒക്കെ. അപ്പോൾ വിമോചന അനുഭവത്തിനുള്ള മാർഗരേഖകളാണ് ഈ 10 കൽപ്പനകൾ. ഈ വിമോചനം ഇസ്രായേൽ ജനത ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ അന്ന് അനുഭവിച്ചു പോയതല്ല. ഈ വിമോചനത്തിൻ്റെ അനുഭവത്തിൽ നാം ഇന്ന് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വിമോചനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജനതയാണ് ഇന്നും ഉള്ളത്. ആ വിമോചനം അനുഭവിക്കാൻ ദൈവം ചില മാർഗരേഖകൾ തന്നിട്ടുണ്ട്. അതാണ് 10 കൽപ്പനകൾ. ഉടമ്പടിയുടെ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നാം കൽപ്പനകൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ സൃഷ്ടാവ് സൃഷ്ടി ബന്ധം, വിമോചകനും വിമോചിതരായ ജനതയും തമ്മിലുള്ള ബന്ധം പോലെ ഉടമ്പടി ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ അബ്രാഹത്തെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. അപ്പോൾ ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കാനായിട്ട് അബ്രാഹത്തിനെ വിളിക്കുകയാണ്. അബ്രാഹാമിനോട് പറയുകയാണ്, ഇത് ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയാണെങ്കിലും തലമുറകൾ വരെയുള്ള ആളുകളെ കൂടി ഇതിനു വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഉടമ്പടി ബന്ധത്തിന് വേണ്ടി നിന്റെ സന്തതികൾക്കും സന്തതികളുടെ സന്തതികൾക്കും തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു ഉടമ്പടിയാണിത്. അപ്പോൾ അങ്ങനെ ദൈവം അബ്രാഹത്തെ ഒരുക്കുന്നു, ഉടമ്പടി ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇനി പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകുന്നു. പുറപ്പാട് പുസ്തകം 19, 20, 24 അധ്യായങ്ങളിൽ നാം കാണുന്നത് ഇസ്രായേൽ എന്ന ജനത്തെ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ട് സീനായി മലമുകളിൽ വെച്ച് ദൈവം ഉടമ്പടി ചെയ്യുന്നതാണ്. 19, 20, 24. അപ്പം ഉടമ്പടിക്ക് വേണ്ടിയിട്ട് അവരെ മോശയോട് പറഞ്ഞ് വ്യക്തമായിട്ട് ഒരുക്കുന്നു. ഉടമ്പടിയുടെ വ്യവസ്ഥകളായിട്ട് 10 കൽപ്പനകൾ നൽകുന്നു. ജനം ഈ വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. എന്നിട്ട് ഉടമ്പടി ഉറപ്പിക്കുന്നു. അപ്പോൾ ഉടമ്പടി കൊടുക്കുന്നു. ഉടമ്പടി പത്രിക നമുക്കറിയാം, മോശയുടെ കയ്യിൽ 2 കൽപ്പലകകളിൽ ദൈവത്തിൻ്റെ വിരലുകൊണ്ട്, ദൈവത്തിൻ്റെ വിരൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ വിരലുകൊണ്ട് ആ കൽപ്പലകകളിൽ പത്രികകൾ, ഉടമ്പടി വ്യവസ്ഥകൾ എഴുതി കൊടുക്കുകയാണ്. പല ഭാഗങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അവിടെയെല്ലാം വ്യവസ്ഥ ഇതാണ് അടിസ്ഥാനപരമായ, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇപ്പം അബ്രഹാത്തോട് പറഞ്ഞ പോലെ ഞാൻ നിന്റെയും നിന്റെ സന്തതികളുടെയും ദൈവമായിരിക്കും. അത് തന്നെയാണ് ജനത്തോടും, ഇസ്രായേൽ ജനത്തെ ഒരു സമൂഹമായിട്ട് രൂപപ്പെടുത്തിയ ശേഷവും പറയുന്നത്, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായിരിക്കാൻ, ദൈവം നമ്മുടെ ദൈവമായിരിക്കാനുള്ള ഉടമ്പടിയുടെ വ്യവസ്ഥകളാണ് ഈ 10 കൽപ്പനകൾ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വാക്ക് ശ്രവിച്ചാൽ, എൻ്റെ ഉടമ്പടി പാലിച്ചാൽ നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനമായിരിക്കും. ഇംഗ്ലീഷിൽ പറയുന്ന ട്രഷേർഡ് പൊസഷൻ. അപ്പോൾ ദൈവം അത്രമാത്രം പ്രിയങ്കരമായി കരുതുന്ന, ഏറ്റവും വിലമതിക്കുന്ന ഒരു പൊസഷൻ എന്ന് ഞാൻ സ്വന്തമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയായിരിക്കും. അപ്പോൾ അത് എന്തിനാണ്? അതിനുള്ള വ്യവസ്ഥകളായിട്ടാണ് ഈ കൽപ്പനകൾ തരുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നാം ധാർമ്മിക നിയമം, സാക്ഷ്യഫലകം, ഉടമ്പടിയുടെ കൽപ്പനകൾ, ഉടമ്പടി, 10 പ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ, ഉടമ്പടി പത്രിക എന്നൊക്കെ 10 കൽപ്പനകളെ പറയുന്നത് നാം മനസ്സിലാക്കാൻ. ഈ വ്യവസ്ഥ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ്. ഉടമ്പടി വ്യവസ്ഥകൾ എഴുതി കൊടുത്തത് കൊണ്ടാണ് ഉടമ്പടി പത്രിക, കൽപ്പനയുടെ ഫലകങ്ങൾ എന്നൊക്കെ അതിനെ പറയുന്നത്. അവർക്ക് പാലിക്കേണ്ട നിയമങ്ങൾ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് പല പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഇനി വേറെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം, കൽപ്പനകളുടെ വ്യാഖ്യാനം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭ ഈ 10 കൽപ്പനകളെ പഴയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. കാലഘട്ടം വേറെയാണ്. കാലോചിതമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിലും
കാലോചിതമായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് സഭ ഈ കൽപ്പനകളെ വ്യാഖ്യാനിക്കുന്നത്. പഴയ നിയമത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനകൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കണം. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കൊല്ലരുത്. പഴയ നിയമത്തിൽ കൊല്ലരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ കൊല്ലരുത് എന്ന് പറയുമ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കണം. ഒരു അസംഘടിതമായ ജനസമൂഹമാണ് ഈ ഇസ്രായേൽ സമൂഹം. അവർ അടിമത്തത്തിൽ നിന്ന് മോചിതരായിട്ട് വരുന്നതേ ഉള്ളൂ. ആ സാഹചര്യത്തിലാണ് അവരോട് കൊല്ലരുതെന്ന് പറയുന്നത്. അന്ന് കൊല്ലരുത് എന്ന് പറയുന്നത് പോലെ അല്ല ഇന്ന് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നാം കൊല്ലരുത് എന്ന കൽപ്പനയെ മനസ്സിലാക്കുന്നത്. യേശു പറഞ്ഞു, സഹോദരനെ വിഡ്ഢി എന്ന് വിളിച്ചാൽ, ഭോഷ എന്ന് വിളിച്ചാൽ, കോപിച്ചാൽ ഒക്കെ നമ്മൾ നരകത്തിൽ പോകുന്നു എന്ന് വെച്ചാൽ അതെല്ലാം ഈ കൊല്ലരുത് എന്ന കൽപ്പനയ്ക്ക് ഉള്ളിൽ വരുന്നു എന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. പഴയ നിയമത്തിൽ ഒരാൾ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. യേശു പറഞ്ഞത് അങ്ങനെയല്ല. നമ്മെ ദ്രോഹിക്കുന്നവരെ പോലും നാം സ്നേഹിക്കണം, ശത്രുക്കളെയും സ്നേഹിക്കണമെന്ന് യേശു ആ കൽപ്പനയ്ക്ക് കുറച്ചുകൂടി ആഴമായ വ്യാഖ്യാനം തന്നു. പിന്നെ നമ്മൾ കാലോചിതമായ വ്യാഖ്യാനം കൊടുക്കുന്നു. സഭാസമൂഹം വളർന്നു വന്നപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അബോർഷനും ശിശുഹത്യ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ കൊല്ലരുത് എന്ന കൽപ്പനയെ കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിൽ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞ് സഭ ഇപ്പോഴും നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യം അനുസരിച്ച് അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ, കൽപ്പന മാറുന്നില്ല, അടിസ്ഥാനപരമായ പഠനം മാറുന്നില്ല, വ്യാഖ്യാനങ്ങൾ കാലോചിതമായിട്ട് വരുന്നു. കൂടുതൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അത് നമ്മൾ പഴയത് കളഞ്ഞിട്ട് പുതിയതൊന്നും സ്വീകരിക്കുന്നില്ല. കാലോചിതമായിട്ട് കൂടുതൽ വ്യക്തമായി എങ്ങനെയാണ് ഇത് പ്രായോഗികമാക്കേണ്ടതെന്ന് നാം കൂടുതൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകം 22 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും നിയമാവർത്തനം 5, 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലുമാണ് 10 കൽപ്പനകളെ കുറിച്ചുള്ള വിവരണം നാം കാണുന്നത്. അപ്പം നമുക്കറിയാം, ആദ്യം ദൈവം വചനം എഴുതപ്പെട്ടപ്പോൾ, ബൈബിൾ രചിക്കപ്പെട്ട കാലഘട്ടത്തിൽ കുത്തും കോമയും നമ്പർ ഇട്ടൊന്നും അല്ല എഴുതിയിരുന്നത്. അതിനെ നാം വിഭജിച്ചെടുത്തതാണ് അങ്ങനെ എന്നറിയാം. 10 കൽപ്പനകളെ കത്തോലിക്ക സഭ വിഭജിച്ചിരിക്കുന്നത് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലമന്റ് നടത്തിയ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ അഗസ്റ്റീനോസ് മുതലായവർ അതിനെ പിന്തുണച്ചു. അങ്ങനെ ഒരു വിഭജന രീതിയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. പുറപ്പാട് 1-ാമത്തെ കൽപ്പന 20-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 2-ാമത്തെ കൽപ്പന 20:7, 3-ാമത്തെ കൽപ്പന 20-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 4-ാമത്തെ കൽപ്പന 20-ാം അധ്യായം 12-ാം വാക്യം, 5, 20, 13, 6, 20, 14, 7, 20, 15, 8, 20, 16, 9, 20, 17-ന്റെ 1-ാമത്തെ ഭാഗം ആദ്യ പകുതി, 10-ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. അങ്ങനെയാണ് കത്തോലിക്ക സഭ കൽപ്പനകളെ വിഭജിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഒക്കെ. ഗ്രീക്ക് പിതാക്കന്മാർ നൽകിയ വിഭജനമാണ് പ്രൊട്ടസ്റ്റന്റുകാർ പിന്തുടരുന്നത്. ഈ ഒരു വിഭജനമാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. യഹൂദർ ജനത്തിൻ്റെ വിഭജനം വേറെയാണ്. യഹൂദർ വേറൊരു രീതിയിലാണ് അതിനെ വിഭജിച്ചിരിക്കുന്നത്. 10 കൽപ്പനകൾ തന്നെയാണ്, പക്ഷേ ആ വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസപ്പെടുത്തി ആണ് നമ്പർ ഇട്ടേക്കുന്നത് എന്നർത്ഥം. 1 മുതൽ 3 വരെയുള്ള കൽപ്പനകൾ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തോടുള്ള നമ്മുടെ കടമകൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് വരുന്നത്. 1 മുതൽ 3 വരെയുള്ള കൽപ്പനകൾ. 4 മുതൽ 10 വരെയുള്ളത് പരസ്പര ബന്ധം, സമൂഹ ജീവിതം, വ്യക്തിപരമായ ജീവിതവും സമൂഹ ജീവിതവും രാഷ്ട്രീയ ജീവിതവും സാമ്പത്തികപരമായ ധാർമ്മിക ജീവിതം, മതജീവിതം, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ വന്നിരിക്കുന്നത്. 3ഉം 4ഉം കൽപ്പനകൾ മാത്രമാണ് ക്രിയാത്മക രൂപത്തിൽ വന്നിരിക്കുന്നത്. സാബത്ത് ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന രീതിയിൽ. ബാക്കി എല്ലാ കൽപ്പനകളും നിഷേധാത്മക രൂപത്തിലാണ്. അരുത് 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 എന്ന് പറയുന്ന രൂപത്തിൽ. അപ്പോൾ അസംഘടിതമായ ഒരു ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായത്, അവരെ കുറച്ചുകൂടി മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും അവരെ പഠിപ്പിക്കാനും ഒക്കെ എളുപ്പം ഈ അരുതുകളാണ്. അതുകൊണ്ടാണ് അരുത് എന്ന രൂപത്തിൽ മറ്റു കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. ഇനി യേശുവിൻ്റെ വരവോടുകൂടി ഈ കൽപ്പനകളൊക്കെ അസാധുവായി പോയോ, നീങ്ങിപ്പോയോ? യേശു വന്നതോടുകൂടി യേശു സ്നേഹം എന്ന പുതിയ നിയമം കൊണ്ടുവന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് പഴയ കൽപ്പനകളെല്ലാം ക്യാൻസലായി പോയോ? അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം കാണുന്നു. യേശു വന്നത് എല്ലാം പൂർത്തിയാക്കാനാണ്. പഴയ കൽപ്പനകൾക്ക് അതിൻ്റെ സമ്പൂർണമായ അർത്ഥം നൽകുവാൻ വേണ്ടിയാണ് യേശു വന്നത്.
യേശു എല്ലാം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിച്ചതെന്നറിയാം. എല്ലാ കൽപ്പനകളെയും സമ്മറൈസ് ചെയ്ത് എല്ലാ കൽപ്പനകളെയും സംക്ഷിപ്തമാക്കി ദൈവസ്നേഹം, പരസ്നേഹം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് 2 കൽപ്പനകളാക്കി യേശു അതിനെ എല്ലാം ചുരുക്കി, സ്നേഹത്തിൻ്റെ കൽപ്പനകളാക്കി ചുരുക്കി. ഇനി നമുക്ക് 1-ാമത്തെ കൽപ്പനയിലേക്ക് കടക്കാം. 1-ാമത്തെ കൽപ്പന പ്രധാനമായും വിശ്വാസം, ആരാധന, 2 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവ ആരാധനയും. 1-ാമത്തെ കൽപ്പന ഇതാണ്: ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഈ കൽപ്പന നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഓർമ്മയിൽ വെക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ വ്യാഖ്യാനിക്കുന്ന രീതി, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ കാലോചിതമായിട്ടാണ് നാം കത്തോലിക്ക സഭ കൽപ്പനകളെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞത് മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോൾ നോക്കിക്കേ, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് കൽപ്പനകൾ കൊടുക്കുന്ന ആ സമയം ദൈവത്തിന് പറയാൻ ഇത്രയേ ഉള്ളൂ: അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവം. ഇസ്രായേൽ ജനതയുടെ ദൈവാനുഭവം ആ പുറപ്പാട് അനുഭവത്തിന്റെ ബലത്തിലാണ്. അപ്പോൾ സൃഷ്ടാവായ ദൈവം എന്ന് പിന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ആദ്യം അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം. ദൈവത്തിന് അവരോട് പറയാനും അത്രയേ ഉള്ളൂ: ഞാൻ എന്ന് പറയുന്നത് നിങ്ങളെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ദൈവം എന്നാണ്. പിന്നെ തുടർന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം മാത്രമല്ല, ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം മാത്രമല്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്, ന്യായാധിപന്മാരിലൂടെ അവരെ നയിക്കുന്നുണ്ട്, പ്രവാചകന്മാരിലൂടെയൊക്കെ അവരെ ശിക്ഷണം നൽകേണ്ട സമയത്ത് ശിക്ഷണം നൽകിയും താക്കീത് കൊടുക്കേണ്ട സമയത്ത് താക്കീത് കൊടുത്തും അവരെ കൂടെ നടന്ന് നേർവഴിക്ക് നയിക്കുന്ന ഒരു ദൈവം, ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമായിട്ട് പിന്നീട് ക്രമേണ വെളിപ്പെട്ട് വരുന്നുണ്ട് പഴയ നിയമത്തിന്. പുതിയ നിയമം ആകുമ്പോഴേക്കും യേശുവിൽ ദൈവം പ്രത്യക്ഷനാകുന്നു. കാണുന്ന ദൈവമായിട്ട്, കാണാനും കേൾക്കാനും സ്പർശിക്കാനും സാധിക്കുന്ന രൂപത്തിൽ പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും മനുഷ്യനെ പോലെ ആകുന്ന ഒരു ദൈവമാണ്. അപ്പം ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവ് ആര് എന്ന് ഈ ജനം മനസ്സിലാക്കുന്നതിൽ വളരെ വ്യത്യാസം വരുന്നുണ്ട്. ആദ്യം ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം മാത്രമായിട്ടാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. പഴയ നിയമകാലത്ത് പിന്നീട് ജീവിക്കുന്ന തലമുറകൾ ദൈവത്തെ കാണുന്നത് അങ്ങനെ മാത്രമല്ല, അവരുടെ ആ കാഴ്ചപ്പാടിൽ വളരെ വളരെ വ്യത്യാസം വരുന്നുണ്ട്. പുതിയ നിയമ ജനത ദൈവത്തെ കാണുന്നത് അങ്ങനെ മാത്രമല്ല, നമ്മുടെ കൂടെ ജീവിച്ച ദൈവമായിട്ട് അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇന്ന് കത്തോലിക്ക സഭയിൽ നിന്നായിരുന്നു കൊണ്ട് നാം ഈ കൽപ്പന, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് എന്നുള്ള കൽപ്പനയെ നാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ദൈവമായ കർത്താവിൻ്റെ രൂപം ആദ്യം ഇസ്രായേൽ സമൂഹത്തിൻ്റെ മനസ്സിൽ വന്ന രൂപത്തേക്കാൾ വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇനി കാലോചിതമായിട്ട് സഭ ഈ കൽപ്പനയെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്ന് നമുക്ക് ചരിത്രം സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. യേശുവിൻ്റെ മനുഷ്യത്വവും യേശുവിൻ്റെ ദൈവത്വവും ഒക്കെ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നമുക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ കൂടുതൽ നമുക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടി വന്നു. ചില തെറ്റുകളൊക്കെ നമുക്ക് സംഭവിച്ചു. വീണ്ടും നമ്മൾ ഇന്ന് കാലോചിതമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവത്തെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമായി മനസ്സിലാക്കുന്നു. ഒരുപാട് വ്യത്യാസം വന്നു. അപ്പോൾ ഒത്തിരി വ്യത്യാസം ഈ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് എന്ന ആ കൽപ്പന മനസ്സിലാക്കുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധയിൽ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ബഹുമാനപ്പെട്ട ജോളി കരിമ്പിലച്ചൻ്റെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയിൽ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു കൽപ്പനയുടെ ആഴവും അർത്ഥവും എത്രമാത്രം വ്യാപ്തിയുള്ളതായിട്ട് മാറി അന്ന് ഇസ്രായേലിന് കൊടുത്ത കൽപ്പനയുടെ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഈ കൽപ്പനയെ നോക്കിക്കാണുമ്പോൾ. അതുപോലെ ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ വേറെ ദേവന്മാരുണ്ടാകരുത് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? അന്ന് ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. എന്തിനാ? നയിച്ചു കൊണ്ടുവന്ന മോശയെ കാണാനില്ല. അപ്പോൾ അവർക്ക് കാണുന്ന രീതിയിലൊരു രൂപം വേണം. അതിനുവേണ്ടി ഒരു കാളക്കുട്ടി ഉണ്ടാക്കി അതിൻ്റെ മുന്നിൽ പ്രണമിച്ചു അതിനെ ആരാധിക്കുകയാണ്. അപ്പോൾ കാണപ്പെടുന്ന ഒരു ദൈവത്തെ വേണം എന്നുള്ള മട്ടിൽ അവർ ഒരു രൂപം ഉണ്ടാക്കുകയാണ്. ദൈവം പറഞ്ഞപ്പോൾ വേറെ ദേവന്മാരുണ്ടാകരുതെന്ന് പറയുമ്പോൾ അന്ന് ജസ്റ്റ് ഒരു കാളക്കുട്ടിയായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ
അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇസ്രായേൽ ജനം കൂടുതൽ കൂടുതൽ യാത്ര ചെയ്ത് അവർ മുന്നോട്ട് പോകുന്ന അവരുടെ യാത്രകളിൽ വേറെ ദേവന്മാരെന്ന് പറഞ്ഞാൽ വേറെ ഒത്തിരി ദേവന്മാരെ അവർ കാണുന്നുണ്ട്. ബാൽ, അഷേര എന്നൊക്കെ പറഞ്ഞ് നാം കാണുന്നുണ്ട് ബൈബിളിൽ. മുന്നോട്ട് പോകുന്തോറും ഈ വേറെ ദേവന്മാരെന്ന് പറഞ്ഞാൽ അർത്ഥം മാറി 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 സാഹചര്യങ്ങൾ അനുസരിച്ച് മാറി മാറി വരുന്നുണ്ട്. കാലോചിതമായിട്ട് ഇന്ന് നമ്മൾ ഈ സാഹചര്യത്തിൽ ഈ സമയം ഇവിടെ ആയിരുന്നുകൊണ്ട് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് ആ ഇസ്രായേൽക്കാർ മനസ്സിലാക്കിയതുപോലെയേ അല്ല. അതിന് വ്യത്യസ്തമായ അർത്ഥം ഉണ്ട്. വേറെ ദേവന്മാരുണ്ടാകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമായി നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനും ആരാധിക്കാനും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഇനി നിനക്ക് വേറെ ദേവന്മാരുണ്ടാകണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് ഇസ്രായേൽക്കാരോട് പറഞ്ഞ അതിനേക്കാൾ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് എന്നറിയാം. അതുപോലെയാണ് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. ഇപ്പം എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത് ഒരു രൂപവും ഉണ്ടാക്കരുത്? ദൈവത്തിന് പകരം അവർ വേറെ രൂപങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ് എന്ന് അടുത്ത വാക്യം അതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് പകരം പ്രണമിക്കാനും ആരാധിക്കാനും വേറെ രൂപങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഏതെങ്കിലും ഒരു രൂപത്തിൽ വേറൊരു ദൈവത്തെ ഉണ്ടാക്കരുതെന്നാണ്. ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഒക്കെ കാണുന്ന ഏതിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ ഏതിൻ്റെയെങ്കിലും രൂപത്തിൽ വേറൊരു ദൈവത്തെ ഉണ്ടാക്കരുത്. എനിക്ക് പകരം വേറെ കാണുന്ന ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാക്കരുത്. കാളക്കുട്ടിയെ ഉണ്ടാക്കിയില്ലേ? കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സമൂഹം ഉണ്ടാക്കിയതുപോലെ ദൈവത്തിന് പകരം ഒരു കാണാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിന് പകരം വേറെ ഏതെങ്കിലും ഒരു രൂപം ഉണ്ടാക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. പഴയ നിയമത്തിൽ തന്നെ കെരൂബുകളെ ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. മരുഭൂമിയിൽ വെച്ച് ജനം സർപ്പത്തിന്റെ ദംശനമേറ്റ് മരിച്ചപ്പോൾ അവർക്ക് നോക്കി ജീവൻ പ്രാപിക്കാൻ പിത്തള സർപ്പത്തെ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ വേണം ഈ കൽപ്പന, രൂപങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിനെ നാം മനസ്സിലാക്കുന്നു. അതുപോലെ കാലത്തിൽ സഭ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പ്രതിമകളെയെല്ലാം ദൂരെ എറിയുന്ന അല്ലെങ്കിൽ തച്ചുടയ്ക്കുന്ന ഒരു കുറച്ച് പേര് അതിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ സഭ നിക്കാ സുനഹദോസിൽ AD 787 പറഞ്ഞു പ്രതിമകളെല്ലാം ദൂരെ കളയണം എന്നല്ല സഭ പറയുന്നത്. പ്രതിമകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഒക്കെ ആകാം, അവയെല്ലാം നമുക്ക് ദൈവത്തിലേക്ക് നമ്മെ നയിക്കുന്ന രീതിയിൽ വിശുദ്ധന്മാരുടെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ വെക്കുമ്പോൾ അവരുടെ മാതൃക അനുകരിക്കാനും അവരെ നമ്മൾ കണ്ടു മനസ്സിലാക്കുന്നു, അവരെക്കുറിച്ച് ഓർക്കുന്നു, അതിനൊക്കെ വേണ്ടി. അതായത് ഈ കാണുന്ന കാര്യങ്ങൾ ദൈവത്തിന് പകരമല്ല, കാണപ്പെടാത്ത ദൈവത്തിന് പകരം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ല. നമ്മൾ ദൈവത്തിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് കത്തോലിക്ക സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ദൈവത്തിന് പകരം നമ്മൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകളുണ്ട് മാമോദീസ സ്വീകരിച്ചു, കുമ്പസാരം സ്വീകരിച്ചു, കുർബാനയൊക്കെ സ്വീകരിച്ചു, പക്ഷേ ഇനി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കത്തില്ല. ഏതെങ്കിലും വിശുദ്ധന്റെ നൊവേനയിലോ മാതാവിന്റെ ഗ്രോട്ടോയിൽ ജപമാല ചൊല്ലാനോ ഒക്കെ വരും. അപ്പോൾ അവിടെ ഓർഡർ തെറ്റിപ്പോയി. വിശുദ്ധ കുർബാനയ്ക്ക് പകരം വിശുദ്ധ കുർബാനയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും പകരം, ആ ബന്ധത്തിൽ വളരുന്നതിന് പകരം പോയി ചെറിയ ആരാധനകളിൽ മറ്റ് ആരാധനകളിലാണ് അവിടെ പോകുന്നത് അല്ലേ. ആരാധന എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും വിശുദ്ധന്മാരുടെ നൊവേനയിലും മാതാവിൻ്റെ ജപമാല ചൊല്ലാനും ഒക്കെ ഇതിന് പകരം പോകുന്നു. ചിലർ ദേവാലയത്തിൽ കാണാനില്ല, അന്വേഷിക്കുമ്പോൾ പറയുന്ന അങ്ങനെയാണ്, പള്ളിയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ, വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ, കുമ്പസാരിക്കാൻ വരുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ മാതാവിൻ്റെ ജപമാല ചൊല്ലുമ്പോൾ ഗ്രോട്ടോയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നൊവേനയ്ക്കൊക്കെ പോകുന്നുണ്ട്, യൂദാസ്ലിഹായുടെ നൊവേനയ്ക്കും ഒക്കെ പോകുന്നുണ്ട് എന്ന് പറയും. അവിടെ ഈ ക്രമം മാറി. അപ്പോൾ അവിടെ ദൈവത്തിന് പകരമാണ് ആ മാതാവിനെയോ മറ്റു വിശുദ്ധരുടെ, അത് പ്രതിമയാകട്ടെ, പ്രതിമയായാലും ചിത്രമായാലും ഇനി വേറെ ഒന്നുമില്ല, നൊവേന പുസ്തകം മാത്രമേ ഉള്ളെങ്കിലും അവിടെ ക്രമം മാറി. അതേസമയം ചില ആളുകളുണ്ട്, ആദ്യം വേറെ മതത്തിലായിരുന്നു, നൊവേനയ്ക്ക് വന്നു, പിന്നെ ജപമാലയ്ക്കും കൂടി, പിന്നെ പള്ളിയിലോട്ടും വന്നു, മാമോദീസ സ്വീകരിച്ചു, കുമ്പസാരവും കുർബാനയൊക്കെ സ്വീകരിച്ചു, കുർബാനയിൽ ഇപ്പോൾ സംബന്ധിക്കുന്നുണ്ട്, കുർബാനയുടെ സമയത്ത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ കൂദാശപരമായ ജീവിതത്തിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെ ആ ഒരു ക്രമം ശരിയാണ്, അവരിലൂടെ വരേണ്ടടുത്ത് വരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് വരുന്നു, അവിടെ പ്രശ്നമില്ല.
നേരെ മറിച്ചായി പോകരുത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ അറിഞ്ഞു, സ്വീകരിച്ചു, കൂദാശകളിലൂടെയൊക്കെ അനുഭവിച്ചു. അതിനുശേഷം പിന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ച് തിരിച്ചുപോക്ക് ശരിയില്ല. അന്നേരം ഒന്നാമത്തെ കൽപ്പനയുടെ ലംഘനം ആകും അത്. പ്രധാനമായും ഒന്നാമത്തെ കൽപ്പനയിൽ നാം ദൈവത്തെ കാണുന്നത് സ്രഷ്ടാവും വിമോചകനും പരമാധികാരിയുമായ ദൈവമാണ്. അവിടുന്ന് നമ്മുടെ ദൈവം ആണ്, സ്രഷ്ടാവാണ്, വിമോചകനാണ്, നമ്മുടെ മേലുള്ള പരമാധികാരമുള്ള ദൈവമാണ്. അതിനെ നാം അംഗീകരിക്കുകയും സകല സൃഷ്ടികളെയും ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഒന്നാമത്തെ കൽപ്പന നമുക്ക് തരുന്നത്. ദൈവത്തെ പരമാധികാരിയായിട്ട് ഞാൻ അംഗീകരിക്കുന്നു, സകല സൃഷ്ടികളെയും ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിൽ കൊണ്ടുവരാനും എന്നാലാകുന്നതെല്ലാം ചെയ്യുന്നു. അതിനുള്ള കടമ എനിക്ക് ഈ കൽപ്പന തരുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. ഏറ്റവും പ്രധാന കൽപ്പന അതാണ്, സ്നേഹിക്കുക. എങ്ങനെയെങ്കിലും സ്നേഹിച്ചാൽ പോരാ, പൂർണ്ണമായ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, ഏകാഗ്രമായിട്ട് ഈ ദൈവത്തെ സ്നേഹിക്കുക. അതാണ് ഒന്നാമത്തെ കൽപ്പന തരുന്നത്. വെളിപ്പെടുത്തുന്ന ഈ ദൈവം നമുക്ക് സ്വയം വെളിപ്പെടുത്തി തരികയാണെന്ന് നമുക്കറിയാം. ആ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നാം നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എല്ലാം. ആദ്യം എല്ലാത്തിനും ഇറങ്ങി വരുന്നത് ദൈവമാണ്. നാം അതിന് പ്രത്യുത്തരം നൽകുന്നു എന്ന് മാത്രം. ആ പ്രത്യുത്തരമാണ് വിശ്വാസമായും പ്രത്യാശയായും സ്നേഹമായും പ്രകടമാകേണ്ടത്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ്, വസ്തുനിഷ്ഠമായിട്ടും സബ്ജക്റ്റീവ്, രണ്ട് തലങ്ങളുണ്ട് വിശ്വാസത്തിന്. വസ്തുനിഷ്ഠമായിട്ടും വ്യക്തി അധിഷ്ഠിതമായിട്ടും ഉള്ള വിശ്വാസത്തിന്റെ തലങ്ങളുണ്ട്. വസ്തുനിഷ്ഠമായിട്ട് ചില വിശ്വാസ സത്യങ്ങൾ നാം വിശ്വസിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. വിശ്വാസ സത്യങ്ങൾ, വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുചൊല്ലുന്ന സത്യങ്ങളുണ്ടല്ലോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുണ്ട്, കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നുണ്ട്, ശരീരത്തിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റുപറയുന്ന ആ വിശ്വാസങ്ങളെല്ലാം, അതെല്ലാം അറിയാൻ നമുക്ക് കടമയുണ്ട്, കാത്തു സൂക്ഷിക്കാൻ കടമയുണ്ട്, അറിയുന്ന വിശ്വാസത്തിൽ നിലനിൽക്കാൻ കടമയുണ്ട്. വിശ്വാസത്തിന് എതിരായ കാര്യങ്ങൾ അറിയാനും അതിന് എതിർക്കാനും, എന്ന് വെച്ചാൽ കലഹം ഉണ്ടാക്കാനല്ല, ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായാൽ അതിനെ തിരുത്താൻ ഉള്ള കടമയുണ്ട്. തലമുറകൾക്ക് സത്യവിശ്വാസം പകർന്നു കൊടുക്കാനും ഉള്ള ഉത്തരവാദിത്വം ഈ കൽപ്പന നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ സത്യവിശ്വാസം അറിയണം, അതിൽ നിലനിൽക്കണം, അതിനെതിരായതുണ്ടായാൽ അതിനെ അറിഞ്ഞ് തിരുത്തണം, തലമുറകൾക്ക് സത്യവിശ്വാസം പകർന്നു കൊടുക്കണം. സബ്ജക്റ്റീവ് തലം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ഒരു തലം അതിനുണ്ട്. വിശ്വാസത്തിനുള്ളത് ദൈവവുമായിട്ടുള്ള ഗാഢമായ ബന്ധമാണ്, ആത്മബന്ധം. എന്നെ സൃഷ്ടിച്ച, എന്നെ അറിയുന്ന, എന്നെ വഴി നടത്തുന്ന, എന്നെ രക്ഷിക്കുന്ന, എൻ്റെ എല്ലാമായ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം, ആഴമായ ബന്ധം, ആത്മബന്ധം. അതിൽ പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നറിയാം. പൂർണ്ണമായ ആശ്രയബോധം ഉണ്ട് അവിടെ. ദൈവമല്ലാതെ എനിക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല എന്ന മട്ടിലുള്ള പൂർണ്ണമായ ആശ്രയം, സമർപ്പണം. എല്ലാ കാര്യങ്ങളും ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ് എന്ന മട്ടിലുള്ള സമർപ്പണ ബോധം ആ വിശ്വാസത്തിൻ്റെ ഒരു തലമാണ്. ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കാനുള്ള സന്നദ്ധത. ഏത് കാര്യത്തിലും, ചെറിയ കാര്യത്തിലും വലിയ കാര്യങ്ങളിലും ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന മനോഭാവത്തോടെ എല്ലാം സ്വീകരിക്കാൻ. അങ്ങനെ സ്വീകരിക്കുമ്പോൾ സഹനങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും വേദനകളും സന്തോഷവും എല്ലാം ദൈവത്തിൻ്റെ ഹിതമായിട്ട് കണ്ട് സ്വീകരിക്കുന്ന ഒരു മനോഭാവം, ഒരവസ്ഥ. അത് ഒന്നാമത്തെ കൽപ്പനയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവത്തോട് ആലോചന ചോദിക്കൽ. എല്ലാ കാര്യങ്ങളിലും ദൈവമേ അങ്ങ് ഈ കാര്യത്തിൽ എന്താണ് പറയാൻ, അങ്ങേക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്, എന്നോട് സംസാരിക്കാനുള്ളത്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഉപദേശം തേടുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലം. ദൈവത്തോടുള്ള വിശ്വസ്തത. ബന്ധം വരുമ്പോൾ അങ്ങനെ വിശ്വസ്തത ഉണ്ടാകുമല്ലോ. ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. നമ്മൾ എത്ര അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനാണ്. നാമും അതുപോലെ വിശ്വസ്തത കാണിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഏത് സാഹചര്യങ്ങളിലും, അനുകൂലമായ സാഹചര്യമായാലും പ്രതികൂലമായ സാഹചര്യമായാലും എൻ്റെ ദൈവത്തെ സ്നേഹിക്കാനും ഏറ്റുപറയാനും സാക്ഷ്യപ്പെടുത്താനും ഒക്കെയുള്ള ആ വിശ്വസ്തത, ഈ കാര്യങ്ങളൊക്കെയാണ് വ്യക്തിനിഷ്ഠമായ വിശ്വാസത്തിൻ്റെ തലങ്ങളായിട്ട് വരുന്നത്. വിശ്വാസത്തിന് എതിരായിട്ട് വരുന്ന പ്രവൃത്തികളാണ് അവിശ്വാസവും അന്ധവിശ്വാസവും. അവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസമേ ഇല്ല, ദൈവത്തിൽ വിശ്വാസമില്ല. അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ചില തെറ്റായ വിശ്വാസങ്ങൾ. നിരീശ്വരത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അസ്തിത്വം ഒന്ന് നിഷേധിക്കുക, ദൈവമേ ഇല്ല എന്ന് പറയുന്നു. മനുഷ്യനെ മാത്രമാണ് അവിടെ ലക്ഷ്യമാണ്. മനുഷ്യനിൽ തന്നെ, മനുഷ്യനാണ് എല്ലാം, അവൻ്റെ നന്മയാണ് ഏറ്റവും വലിയ കാര്യം. ചരിത്രത്തിന്റെ വിധാതാവും നിയന്താവും എല്ലാം മനുഷ്യനാണ്. മനുഷ്യൻ മാത്രമേ ഇവിടെ ഉള്ളൂ, ദൈവം എന്നൊരാൾ ഇല്ല എന്ന ചിന്തയാണ്. ദൈവാശ്രയത്വം ഇല്ല ഇവിടെ. ദൈവം ഉണ്ടെങ്കിലേ ദൈവത്തിൽ ആശ്രയിക്കേണ്ടൂ. എൻ്റെ കഴിവിലാണ് ആശ്രയം. അപ്പം ഞാൻ മതി, എനിക്ക് മനുഷ്യൻ മതി,
എന്നുള്ള ഒരു ധാരണയാണ്. അജ്ഞേയതാവാദം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. ചില കുട്ടികളോടൊക്കെ ചോദിച്ചാൽ ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദർ ഈസ് സംതിങ്, എന്തെങ്കിലും ഉണ്ടെന്ന് വിശ്വാസമുണ്ട്, എന്തോ ഒരു സംതിങ് ഉണ്ട്, അല്ലാതെ ആഴമായ വിശ്വാസമില്ല. അങ്ങനെ എന്തോ ഉണ്ടെന്നുള്ള ഏതോ ഒരു ശക്തി ഉണ്ട് എന്നുള്ള വിശ്വാസം. പിന്നെ വരുന്ന മനഃപൂർവ്വമായ സംശയം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ സത്യം അംഗീകരിക്കാനുള്ള വിമുഖതയാണ് അവിടെ കാണുന്നത്. സത്യത്തെ നിഷേധിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ഫരിസേയരൊക്കെ ചെയ്തത് അങ്ങനെയാണ്. അവർക്കറിയാം, പക്ഷേ ആ സത്യത്തെ അംഗീകരിക്കാൻ മടിച്ചിട്ട് നിഷേധിക്കുന്നു. ചില കാര്യങ്ങൾ നമുക്ക് മനഃപൂർവ്വം അല്ലാത്ത സംശയം ഉണ്ടാകും. ചില കാര്യങ്ങൾ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകാം. അത് നമുക്ക് മാറ്റിക്കളയാൻ സാധിക്കും. വളരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ സംശയം അപകടകരമായ രീതിയിലാണെങ്കിൽ അത് വളരാതെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള സംശയം എങ്ങനെയെങ്കിലും അത് മാറ്റിയെടുക്കാൻ ഉള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതിൽ തന്നെ തുടരാൻ പാടില്ല. പാഷണ്ഡത എന്ന് പറയുന്നത് സഭ പഠിപ്പിക്കുന്നതിനെതിരെയുള്ള പഠനമാണ്. ഉദാഹരണം, മറിയം ദൈവമാതാവല്ല എന്ന പഠനം, അത് വിശ്വാസ സത്യങ്ങൾക്ക് എതിരായിട്ടുള്ള പഠനം. അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള നമ്മുടെ സഭാചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. വിശ്വാസത്യാഗം, പരസ്യമായിട്ട് ചിലപ്പോൾ വിശ്വാസം ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് വ്യക്തിപരമായിട്ട് ചില വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ, മനസ്സിലാക്കാൻ പറ്റാത്ത അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ദൈവത്തെ തള്ളിപ്പറയും, വിശ്വാസം ഉപേക്ഷിക്കും. അങ്ങനത്തെ അവസ്ഥ രണ്ടു തരത്തിലും സംഭവിക്കാം. അല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ ഭീഷണി നേരിടുമ്പോൾ മരിക്കാൻ പേടിച്ചിട്ടൊക്കെ വിശ്വാസത്തെ തള്ളിപ്പറയാം. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പരസ്യമായിട്ട് വിശ്വാസം ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ രഹസ്യമായിട്ടും ചിലപ്പോൾ വ്യക്തി ജീവിതത്തിൽ വിശ്വാസം ഉപേക്ഷിക്കുന്ന അവസ്ഥ. ശീഷ്മ എന്ന് പറയുന്നത് മാർപ്പാപ്പയോടുള്ള വിയോജിപ്പ്, സഭാ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ, അതൊക്കെ ഭിന്നിപ്പുകൾ, അകന്നു പോകുന്ന അവസ്ഥ. അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തെയോ ദൈവിക കാര്യങ്ങളെ തെറ്റായ വിശ്വാസം വച്ച് പുലർത്തുന്നതാണ്. ദൈവത്തിൽ ശരിയായ വിശ്വാസം ഇല്ല. അതെന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളെ അവഗണിച്ചിട്ട് ബാഹ്യമായിട്ടുള്ള യാന്ത്രികമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ചില പ്രാർത്ഥനകളൊക്കെ എത്ര പ്രാവശ്യം കൃത്യമായിട്ട് ചൊല്ലിയാൽ കാര്യം നടക്കും. അവിടെ നമുക്ക് കാര്യസാധ്യത്തിനാണ് നമ്മൾ വില കൂടുതൽ കൽപ്പിക്കുന്നത്. ഏത് പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ച്, നമ്മളുടെ ദൈവാശ്രയത്തിന്റെ അളവനുസരിച്ച് ഒക്കെ കാര്യങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കും. അത് ആന്തരികമായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ട്. അതല്ലാതെ അതിലൊന്നും വിശ്വാസമില്ല, ദൈവത്തിൽ വലിയ വിശ്വാസം ഇല്ലായിരിക്കാം, ആശ്രയബോധം ഇല്ല, ഈ പ്രാർത്ഥനകൾ കൃത്രിമമായിട്ട് ഇങ്ങനെ യാന്ത്രികമായിട്ട് ചൊല്ലിയാൽ കൃത്രിമമായിട്ടൊരു ഫലം ഉണ്ടാകും എന്നുള്ള വിശ്വാസം, അത് ശരിയല്ല. ജ്യോതിഷം, രാഹുകാലം, സ്ഥാനം കാണൽ, കൈനോട്ടം, സ്വപ്നം, ഭാവി പ്രവചനം, മറ്റുള്ളവരെ കുറിച്ച് അറിയാനൊക്കെയുള്ള ഇങ്ങനത്തെ വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്ന രീതികളൊക്കെ വിശ്വാസത്തിനെതിരാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എനിക്ക് എൻ്റെ ദൈവം മാത്രം മതി എന്നുള്ള വിശ്വാസമാണ്. അവിടെ വേറെ ആരെയും എനിക്ക് ആവശ്യമില്ല. എൻ്റെ കാര്യങ്ങൾ അറിയാൻ വേറെ എങ്ങും ഞാൻ പോയി അന്വേഷിക്കേണ്ടതില്ല. ദൈവം എനിക്ക് നന്മയായിട്ടുള്ളതാണ് തരുന്നത്. എല്ലാ ദിവസവും നന്മയാണ് തരുന്നത്, എല്ലാ നിമിഷവും ദൈവം എനിക്ക് നന്മയായിട്ടാണ് തരുന്നത് എന്നുള്ള വിശ്വാസമുണ്ട്. അവിടെ നമുക്ക് വേറെ വഴികൾ, ദൈവമല്ലാത്ത, പ്രാർത്ഥനയല്ലാത്ത വേറെ വഴികളൊന്നും അന്വേഷിച്ചു പോകേണ്ടതില്ല. ശരിയായ വിശ്വാസത്തിന് കുറവ് വരുമ്പോഴും വിശ്വാസമില്ലാതായി പോകുമ്പോഴും ഒക്കെയാണ് നമ്മൾ വേറെ വഴികൾ അന്വേഷിക്കുന്നത്. ഭാവിയെക്കുറിച്ച് അറിയാനും മറ്റ് വിജയിക്കുമോ തോൽക്കുമോ എന്നറിയാനും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങളെ ആശ്രയിക്കുമ്പോൾ വിശ്വാസത്തിലുള്ള കുറവും വിശ്വാസമില്ലായ്മയും. രണ്ടാമത്തേത് പ്രത്യാശ. ദൈവത്തിലുള്ള പ്രത്യാശയുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്. ദൈവകൃപയിൽ ആശ്രയിച്ചാണ് നാം പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശ വയ്ക്കുന്നത്. വിശ്വാസപൂർണമായ പ്രതീക്ഷയാണ് പ്രത്യാശ. ദൈവസ്നേഹത്തെ എതിർക്കാൻ പ്രത്യാശയുള്ളവർക്ക് കഴിയത്തില്ല. നന്മ വരും എന്നുള്ള, ദൈവം നല്ലതേ ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു ഉറപ്പും പ്രത്യാശയും നന്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ഒക്കെ അവിടെ ഉണ്ടാവും. അതിനെതിരായ ഭാവങ്ങളാണ് നിരാശ. പ്രത്യാശയില്ലാത്തവർ വേഗം നിരാശപ്പെടുന്നു. രക്ഷയെക്കുറിച്ച് നിരാശ. എന്തൊക്കെ നല്ല ജീവിതമായിരിക്കും നയിക്കുന്നത്, പക്ഷേ ഞാൻ രക്ഷപ്പെടുമോ എന്ന് സംശയം, സ്വർഗത്തിൽ പോകില്ല എന്നുള്ളൊരു ചിന്തയിലുള്ള നിരാശ. സ്വന്തം ബലഹീനതകളെ പ്രതി ചിലർക്ക് നിരാശയാണ്. അപ്പോൾ നമ്മുടെ ബലഹീനതകളിൽ നോക്കി നിരാശപ്പെടുകയാണ്. ഇത്രയും ബലഹീനതകൾ ഉള്ളത് കൊണ്ട് എനിക്കൊരിക്കലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല, എനിക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല, ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, ഞാൻ കൊള്ളാത്ത ആളാണ്. സ്വന്തം ബലഹീനതകളെ പ്രതി നിരാശയാണ്. ആ നിരാശയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഞാൻ എത്ര ബലഹീനയായിരുന്നാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ഇത് നേടാൻ സാധിക്കും, വിശുദ്ധി നേടാൻ സാധിക്കും, ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം എനിക്ക് നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യാശ. രക്ഷ ലഭിക്കും, ദൈവം കൃപാലുവാണ്, എനിക്ക് രക്ഷ ലഭിക്കും എന്നുള്ളതാണ് പ്രത്യാശ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതിന് വിരോധമായിട്ടുള്ളതെല്ലാം, അതിനെതിരായിട്ടുള്ളത് നിരാശ. വേറൊരു രൂപമാണ് ഔദത്യം. സ്വന്തം കഴിവിൽ അമിത വിശ്വാസം.
ഒന്ന്, ഒരു വിശ്വാസമില്ല, രക്ഷ പ്രാപിക്കുകയില്ല എന്നുള്ള നിരാശ. വേറൊന്ന്, സ്വന്തം കഴിവുകൊണ്ട് രക്ഷ പ്രാപിക്കാമെന്നുള്ള അമിത വിശ്വാസം. ദൈവത്തിൽ ആശ്രയിക്കേണ്ട, സ്വന്തം പ്രയത്നമില്ലാതെ ദൈവം എല്ലാം ചെയ്തു കൊള്ളും, ദൈവം നടത്തുമെന്ന ചിന്ത. ഇത് രണ്ടും ശരിയല്ല. എത്ര പരിശ്രമിച്ചാലും എനിക്ക് പ്രത്യാശയ്ക്ക് വകയില്ല എന്ന ചിന്തയും, ഒന്നും പരിശ്രമിക്കേണ്ട, ദൈവം ക്ഷമിക്കുന്ന ആളാണ്, ദൈവം സ്നേഹവാനാണ്, ദൈവം കൃപാലുവാണ്, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരുന്നാൽ മതി, ദൈവം എല്ലാം ചെയ്തുകൊള്ളും എന്ന ഔദത്യവും, രണ്ടും ശരിയായ കാര്യങ്ങളല്ല. മൂന്നാമത്തേതാണ് സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം അല്ലെങ്കിൽ ഉപവി. എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ് സ്നേഹം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം. എന്ത് ചെയ്താലും കാരണം ദൈവസ്നേഹം ആയിരിക്കണം. ഒരു കാര്യം ചെയ്യുന്നു, എന്തിനാ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി എന്ന് ഉത്തരം പറയാനായിട്ട് സാധിക്കണം. ചെറിയ കാര്യമായാലും വലിയ കാര്യങ്ങളായാലും ദൈവസ്നേഹത്തെ പ്രതിയാണ് ചെയ്യുന്നത്. അതിനെതിരായ പാവങ്ങൾ, സ്നേഹത്തിനെതിരാണ് നിസ്സംഗത. ദൈവത്തിൻ്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹമായാലും അവഗണിക്കുക, തള്ളിക്കളയുക. സ്നേഹത്തെ കാര്യമാക്കുന്നില്ല, അവഗണിക്കുകയാണ്, തള്ളിക്കളയുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും അതിലൊന്നും കാര്യമില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മറ്റും. നന്ദിഹീനത. ദൈവം തരുന്ന ഉപകാരങ്ങൾക്ക് നന്ദിയില്ലാത്ത ഒരവസ്ഥയുണ്ട്. ദൈവം നൽകിയതിൽ സംതൃപ്തിയില്ല, സന്തോഷമില്ല. എത്ര ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, അതിനെക്കുറിച്ചൊന്നും നന്ദി പറയാറുമില്ല, നന്ദിയോടെ ഓർക്കാറുമില്ല, സന്തോഷവുമില്ല ആ കാര്യങ്ങളിലൊന്നും. അങ്ങനത്തെ അവസ്ഥയാണ് നന്ദിഹീനത. മന്ദോഷ്ണത. ദൈവത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നതാ. നീ തണുപ്പോ ചൂടോ ഉള്ളവന് അല്ല, അതുകൊണ്ട് ഞാൻ നിന്നെ തുപ്പിക്കളയുമെന്ന് പറയുന്നുണ്ട്. ദൈവസ്നേഹത്തിന് വിട്ടുകൊടുക്കാനുള്ള വൈമനസ്യം, മന്ദത പിടിച്ചിരിക്കുക, പ്രവർത്തിക്കാൻ വയ്യ. മടി അതുപോലെയാണ്. ദൈവിക പ്രചോദനങ്ങൾ അനുസരിക്കത്തില്ല. അപ്പോൾ പല കാര്യങ്ങൾ, നന്മ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ ഒക്കെയുള്ള പ്രചോദനങ്ങൾ കിട്ടുമ്പോൾ അതൊന്നും അനുസരിക്കുകയില്ല. ക്രമേണ ഹൃദയം കഠിനമാകും. പിന്നെ ഒരു നന്മയ്ക്കുള്ള പ്രോത്സാഹനം ഉണ്ടാകാത്ത അവസ്ഥയെത്തും. ദൈവവിദ്വേഷം കൂടുതൽ ഗൗരവമായിട്ടുള്ളതാണ്. അഹങ്കാരവും പൂർവ്വം സ്നേഹത്തിനെതിരായിട്ട് ശപിക്കുന്നു, പിണങ്ങുന്നു. ദൈവവുമായിട്ട് പിണങ്ങുന്നവരുണ്ടല്ലോ. ചില ജീവിതാനുഭവങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവത്തോട് ദേഷ്യം, വെറുപ്പോടെ സംസാരിക്കുന്നു. അല്ലെങ്കിൽ മനഃപൂർവ്വം ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിച്ചല്ലോ അല്ലെങ്കിൽ തന്നു എന്നൊക്കെ പറഞ്ഞ് പരിഭവവും പിണക്കവും എല്ലാം പറയുന്നു. എന്നിട്ട് ദൈവത്തിൽ നിന്ന് മുഖം തിരിക്കുന്ന അവസ്ഥ അതാണ്. അല്ലാതെ കുറച്ച് പരിഭവവും പരാതിയും പറയുന്നതല്ല. ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് ഇരിക്കുന്നത് വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തേത് ആരാധന. ആരാധന എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിലുണ്ട്. പൊതുവായിട്ടുള്ള ആരാധനയും വ്യക്തിപരമായ ആരാധനയും ഉണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ സൃഷ്ടാവും നമ്മുടെ വിമോചകനും നാമുമായിട്ട് ഉടമ്പടി ബന്ധത്തിലായിരിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന് എൻ്റെ സമ്പൂർണമായ സ്നേഹവും ആരാധനയും അർഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആരാധന നടക്കണം. ഏതൊക്കെ തലത്തിൽ? എൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഹൃദയത്തിൽ ആരാധന നടത്തണം. വ്യക്തിപരമായ ആരാധന എപ്പോഴും ഉണ്ടാകണം. എൻ്റെ കുടുംബമായിട്ടുള്ള ആരാധനയുടെ ഒരു തലമുണ്ട്. കുടുംബത്തിൽ ആരാധന നടക്കണം. ഇടവകയിലായിട്ട് പള്ളിയിലും ആരാധന വേണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പള്ളിയിൽ വരാത്തത് എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ ദേവാലയത്തിൽ പോയി ധാരാളം പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറയാൻ സാധിക്കില്ല. വ്യക്തിപരമായിട്ടുള്ള ആരാധനയും ഭവനത്തിൽ നടക്കേണ്ട ആരാധനയും പള്ളിയിൽ നടക്കേണ്ട ആരാധനയും എല്ലാം പല തരത്തിലാണ്. അതെല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഏത് തൊഴിലിടത്തിലായാലും, ഏത് സമയമായാലും, ഏത് സാഹചര്യത്തിലായാലും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്നുയരേണ്ട ആരാധന ദൈവം അർഹിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെതായ സാഹചര്യത്തിൽ നാം ഒരുമിച്ചിരുന്നുള്ള കുടുംബത്തിലുള്ള ആരാധന, യാമപ്രാർത്ഥനകൾ, വചനവായന, അതൊക്കെ ആ പ്രാർത്ഥന ആ രൂപത്തിൽ അത് നടക്കണം. അത് ദൈവം ചോദിക്കുന്നുണ്ട്, എനിക്കുള്ള ആരാധന ആണ് എന്നുള്ള രീതിയിൽ. അതുപോലെ ഇടവകയിൽ വന്നിട്ട് നമുക്കറിയാം യാമപ്രാർത്ഥനകളും വിശുദ്ധ കുർബാന, മറ്റു കൂദാശാനുഷ്ഠാനങ്ങൾ, അതൊക്കെ വേറെ ആ രീതിയിൽ. അപ്പോൾ ഈ പല രീതിയിൽ, ഏത് രീതിയിലായാലും ദൈവത്തിന് പൂർണ്ണമായ ആരാധന അർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അത് ഒന്നാമത്തെ കൽപ്പന നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. പൊതു ആരാധനയ്ക്ക് ഒരു സഭ അംഗീകരിച്ച ക്രമമുണ്ട്. ലീഡ് ചെയ്യാൻ ഒരാളുണ്ട്, നേതാവുണ്ട്, അതിനൊരു സമയമുണ്ട്. എല്ലാം നമ്മൾ ക്രമപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ ക്രമത്തിൽ തന്നെ അത് പോകാൻ വേണ്ടി യാമപ്രാർത്ഥനകൾ അതാത് യാമങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നു. അത് എങ്ങനെയെങ്കിലും അല്ല പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്, സഭയായിട്ടുള്ള പ്രാർത്ഥന ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നാം പ്രാർത്ഥിക്കണം. ആരെങ്കിലും അല്ല അതിനൊരു നേതാവുണ്ട്, ലീഡ് ചെയ്യാൻ ഒരാളുണ്ടാവും. നമ്മൾ സമൂഹമായിട്ട് നാം ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമയത്തെ നമ്മുടെ സമയക്രമത്തിൽ ആക്കാനുള്ള ശ്രമമാണ്. ഈ സമയം നമ്മൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ എപ്പോഴും ആരാധന നടക്കുന്നുണ്ട്. ആ ആരാധനയിൽ നാം പങ്കുചേരുന്നുണ്ട്.
സഭയായി നാം പങ്കുചേരാൻ ഓരോരുത്തർക്കും ഓരോ സമയവും ഓരോ രീതിയിലുള്ള പ്രാർത്ഥന അല്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് ഒരു സമയം പ്രാർത്ഥിക്കാൻ, ഒരുപോലെ പ്രാർത്ഥിക്കാൻ ഉള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനോട് നാം വിധേയത്വം കാണിക്കുമ്പോൾ, അതിനോട് അനുസരണ കാണിക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പന പാലിക്കാനുള്ള സന്നദ്ധതയാണ് പ്രകടമാക്കുന്നത്. രഹസ്യമായിട്ടുള്ള ആരാധനയുണ്ട്, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ആരാധനയുണ്ട്. പലതരത്തിലുള്ള ആരാധനകളെ പറയാൻ പല പേരുകളിൽ പറയാറുണ്ട്. ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയുടെ ലാത്രിയ എന്ന് പറയും. അത് ആരാധന, അത് ദൈവത്തിന് മാത്രമേ നാം കൊടുക്കാറുള്ളൂ. വിശുദ്ധർക്ക് കൊടുക്കുന്ന വണക്കമാണ്, അതിന് ധൂളിയ എന്ന് പറയും, വണക്കം. അവരെ നാം ആരാധിക്കാറില്ല. ദൈവമാതാവിന് കൊടുക്കുന്നത് പ്രത്യേക വണക്കം. എല്ലാ വിശുദ്ധരെക്കാളും കൂടുതൽ ആയ ബഹുമാനവും സ്ഥാനവും ഒക്കെ മാതാവിനുണ്ട്. ഹൈപ്പർ ധൂളിയ എന്ന് അതിന് പറയും. ഔസേപ്പിതാവിന് കൊടുക്കുന്ന പ്രത്യേക വണക്കത്തിന്റെ പേരാണ് പ്രോട്ടോ ധൂളിയ. ഇവരെ ആരെയും നാം ആരാധിക്കുന്നില്ല, മാതാവിനെയും ആരാധിക്കുന്നില്ല, ഔസേപ്പിതാവിനെയും ആരാധിക്കുന്നില്ല, വിശുദ്ധന്മാരെയും ആരാധിക്കുന്നില്ല. ആരാധന ദൈവത്തിന് മാത്രമാണ്. രഹസ്യമായാലും പരസ്യമായാലും ആരാധിക്കുന്നത് ദൈവത്തെ മാത്രം. ബഹുമാനം, എല്ലാവരെയും നാം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവരുടെ മാതൃക അനുകരിക്കുന്നു, അവരുടെ സഹായം തേടുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധനയുടെ വ്യതിചലിച്ച ഭാവങ്ങൾ, ശരിയല്ലാത്ത ഭാവങ്ങളാണ് അനാവശ്യമായ മാന്ത്രിക പ്രാർത്ഥന. വിശ്വാസവും ആശ്രയവും ദൈവാശ്രയവും ഒന്നുമില്ലാതെ മാന്ത്രികമായിട്ട് പ്രാർത്ഥനകൾ നമുക്ക് ചില കാര്യങ്ങൾ നേടിത്തരും എന്ന മട്ടിലുള്ള പ്രാർത്ഥനകൾ. ചിലർ 10 പ്രാവശ്യം ഈ പ്രാർത്ഥന 1000 പ്രാവശ്യം അച്ചടിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ 1000 പേർക്ക് ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലൊക്കെയുള്ള അസാധാരണ ശക്തിയുള്ള പ്രാർത്ഥനകൾ എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രാർത്ഥനയും ശക്തി വരുന്നത് നാം എത്രമാത്രം വിശ്വസിക്കുന്നു, എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തോടുള്ള സ്നേഹവും ദൈവാശ്രയവും ദൈവഭക്തിയും ഉള്ള ഒരാൾക്ക് ഒരു ചെറിയ വാക്കുകൊണ്ട് കാര്യം നേടാൻ പറ്റും. ഒരു പ്രാർത്ഥനയ്ക്ക് അധികം വാചാലമായിട്ട് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, ഒരു ചെറുതായിട്ട് പറയുക പോലും വേണ്ടായിരിക്കും ചിലപ്പോൾ. അത്രയ്ക്ക് ഉള്ളു മനസ്സിലാക്കാൻ ആത്മമിത്രമായിരിക്കുമ്പോൾ, അത്രയ്ക്ക് ഹൃദയ ഐക്യം ഉണ്ടാകുമ്പോൾ നാം പറയേണ്ട പോലും ആവശ്യം ചിലപ്പോൾ വരുന്നെന്നിരിക്കത്തില്ല. അതേസമയം വിശ്വാസമില്ലാതെ, ആശ്രയമില്ലാതെ, ദൈവത്തോട് ഭക്തിയില്ലാതെ, സ്നേഹമില്ലാതെ ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടും അത് കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി പോവും. അങ്ങനെ വരാൻ പാടില്ല. വിശുദ്ധ വസ്തുക്കളുടെ യാന്ത്രിക ഉപയോഗം എല്ലാം അതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പോ ഒക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, കാര്യങ്ങളെല്ലാം നേടാൻ പറ്റും എന്നുള്ള ചിന്തയില്ല. അതേസമയം അതിനോട് ഭക്തിയുണ്ട്. അത് ദൈവസ്നേഹത്തിൻ്റെയോ ദൈവ ആശ്രയത്തിൻ്റെ ദൈവത്തെ ബഹുമാനിക്കുന്നതിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നതെങ്കിൽ അതിൽ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന ഏറ്റവും പ്രധാനമായി ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ളതാണ്. ഏകദൈവത്തെ നാം വിശ്വസിക്കണം, ആരാധിക്കണം. വിശ്വസിക്കുവാനും ആരാധിക്കാനും സ്തുതിച്ച് മഹത്വപ്പെടുത്താനും അതനുസരിച്ച് ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ഉള്ള കടമയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ കൽപ്പന. ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ പഴയ ഇസ്രായേൽ ജനത മനസ്സിലാക്കിയ പോലെ അല്ല ഏകദൈവം എന്ന വിശ്വാസത്തെ നാം ഇന്ന് മനസ്സിലാക്കുന്നത് നമുക്കറിയാം. വെളിപാടിൻ്റെ വെളിച്ചത്തിൽ, പുതിയ നിയമ വെളിപാടിൻ്റെ വെളിച്ചത്തിൽ യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നതനുസരിച്ച് ഏകദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ പഴയ ഇസ്രായേൽ ജനതയ്ക്ക് ഏകദൈവം എന്ന് പറഞ്ഞാൽ യാഹ്വേ എന്ന ദൈവം, അവർക്ക് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം. നമ്മെ സംബന്ധിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, ആ ദൈവത്തെ ആരാധിക്കാനും ആ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും ആ ദൈവത്തെ ആരാധിക്കാനുള്ള കർത്തവ്യത്തെക്കുറിച്ചും ഉള്ളതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. കർത്താവിൻ്റെ നാമം, പേര് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, ഒരു വ്യക്തിയാണ്. ഒരാളുടെ പേര് എന്ന് പറയുമ്പോൾ അയാളുടെ വ്യക്തിത്വമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പേര് വൃഥ ഉപയോഗിക്കരുത്. റെസ്പെക്റ്റ്, ബഹുമാനം ഉണ്ടാകണം എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ വിളിക്കുന്ന ദൈവത്തിന് പല പേരുകളുണ്ട്. ചില പേരുകൾ നാം അങ്ങോട്ട് ദൈവത്തെ വിളിക്കുന്ന, പിതാവേ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന പേരുകളുണ്ട്. ദൈവം വെളിപ്പെടുത്തി തന്ന പേരുകളുണ്ട്. ദൈവമായ കർത്താവായി യാഹ്വേ, ഇങ്ങോട്ട് ദൈവം പറഞ്ഞു തന്നതാണ് എൻ്റെ പേര് അതാണ് എന്ന്, അങ്ങനെ വെളിപ്പെടുത്തി തരുന്ന പേരുകളുണ്ട്. രണ്ടാമത്തെ കൽപ്പന നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട് നാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമെന്നാണ്. ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് രണ്ടാമത്തെ കൽപ്പന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം കണ്ടിട്ട് ദൈവനാമം ആരും ദുഷിക്കാനിടയാകരുത്. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ ദുഷിക്കാൻ
ദുഷിച്ചു പറയാൻ ഇടയാകരുത്. ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകണം. നിഷേധാത്മകമായിട്ടുള്ള ഈ കൽപ്പനയെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമം ബഹുമാനമില്ലാതെ ഉപയോഗിക്കരുത്. ആവശ്യമില്ലാതെ ദൈവത്തെ കൊണ്ട് ആണയിടുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ വൃഥ ഉപയോഗിക്കരുത്. ദൈവദൂഷണം പറയരുത്, ദൈവത്തെ കുറ്റം പറയരുത്. നമുക്കുണ്ടാകുന്ന സഹനങ്ങൾക്കോ വേദനകൾക്കോ എന്തിനെങ്കിലും ദൈവത്തെ കുറ്റം പറയരുത്. വ്രതങ്ങളുടെ ലംഘനം, ദൈവത്തിന് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ട് അത് ലംഘിക്കുമ്പോൾ അത് കൽപ്പനയുടെ ലംഘനമാണ്. അന്യായമായ സത്യവാഗ്ദാനം, വെറുതെ ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ കൊടുക്കുന്നത്. ദൈവനാമത്തിൽ മനുഷ്യനെ നിരക്കാത്തവ ചെയ്യുന്നത്, അടിമക്കച്ചവടം ബൈബിൾ അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അടിമയാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യനെ ദ്രോഹിക്കരുത്. അഹങ്കാരത്തിനും പൊങ്ങച്ചത്തിനും ദൈവനാമം ഉപയോഗിക്കരുത്. ചിലപ്പോൾ അഹങ്കാരം പറയാനും പൊങ്ങച്ചം പറയാനും ദൈവം എനിക്ക് അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള മട്ടിൽ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് ഒന്നും ദൈവത്തെ കൂട്ടുപിടിക്കരുത്. അതെല്ലാം ഈ കൽപ്പനയ്ക്കെതിരെ. ഇനി നമ്മുടെ ക്രൈസ്തവ നാമം, കുട്ടികൾക്കൊക്കെ പേരിടുമ്പോൾ ക്രൈസ്തവന് ചേരുന്ന പേരിടണം എന്ന് പറയുന്നതിലും അർത്ഥമുണ്ട്. പേരിടുന്നത് അധികാരത്തെ കാണിക്കാനാണ്. ഒരാൾ ആർക്ക് പേരിടുന്നു, പേരിടുന്ന ആളിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ സ്നേഹിക്കുന്നവർക്ക് പേര് നൽകുന്നു. അബ്രാമിനെ വിളിച്ചിട്ട് അബ്രാഹം എന്ന പേര് മാറ്റിയതുപോലെ അത് ദൈവത്തിന് അബ്രാഹത്തിൻ്റെ മേലുള്ള അധികാരത്തിൻ്റെ ഒരു പ്രകടനം, ഒരു സൂചനയാണ്. അതുപോലെ ഇപ്പം സന്യസ്തർക്കും പുതിയ പേര് നൽകും. പഴയ വ്യക്തി മാറി പുതിയ ഒരു ജീവിതം, പുതിയ ഒരു അനുഭവം, പുതിയ ദൈവം സ്വന്തമാക്കി എന്ന് കാണിക്കാൻ വേണ്ടി ദൈവം തരുന്ന പേരിട്ട് ദൈവം സ്വന്തമാക്കി എന്നതാണ് അതിൻ്റെ സൂചന, പുതിയ പേര് സ്വീകരിക്കുമ്പോൾ. അപ്പോൾ പേര് എന്ന് പറയുമ്പോൾ വ്യക്തിയാണ്, അതിനെ ബഹുമാനിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കൽപ്പന സാബത്ത് വിശുദ്ധ ദിനമായിട്ട് ആചരിക്കുക എന്നാണ്. സാബത്ത് എന്ന് പറയുമ്പോൾ, വിശുദ്ധ ദിനമായിട്ട് ആചരിക്കുക എന്ന് പറയുമ്പോൾ, ആദ്യത്തെ ഇസ്രായേൽ ജനത്തിന് ഈ കൽപ്പന ലഭിക്കുമ്പോൾ അവരുടെ മനസ്സിൽ 6 ദിവസം ജോലി ചെയ്യുക, 7ാമത്തെ ദിവസം വിശ്രമിക്കുക എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിവസമായിട്ട് അത് മാറുന്നു. അന്നേരം സാബത്ത് എന്ന് പറയുന്നത് ഞായറാഴ്ച ആചരണമായിട്ട് മാറുന്നു. യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിവസം അന്ന് ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമായിട്ട് മാറുന്നു. അപ്പോൾ കൽപ്പനയുടെ വ്യാഖ്യാനത്തിൽ വരുന്ന വ്യത്യാസം, കാലോചിതമായിട്ട് ഇന്നത്തെ കാലത്ത് ആളുകൾ ഉല്ലാസത്തിനും അവധി ദിവസമായിട്ടും ഒക്കെ ഞായറാഴ്ച ആചരിക്കുമ്പോൾ അങ്ങനെയല്ല, കർത്താവിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരാനുള്ള ക്ഷണം ഉള്ള ദിവസമാണ്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ട ദിവസമാണ് എന്നൊക്കെ സഭ ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കും. അതാണ് പഴയ നിയമം പുതിയ നിയമം കാലോചിതമായിട്ടുള്ള വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കുക എന്ന് കേൾക്കുമ്പോൾ നാം ആ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കുന്നത് ഞായറാഴ്ച ആചരണത്തെ കുറിച്ചാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1998 എഴുതിയ ഒരു കർത്താവിൻ്റെ ദിവസം എന്നൊരു അപ്പസ്തോലിക ലെറ്ററുണ്ട്. അത് സാബത്ത് ആചരണത്തെക്കുറിച്ച്, ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു കത്താണ്. ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവത്തോടുള്ള നമ്മുടെ കടമകൾ, നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ആണ് എന്ന് നാം കണ്ടു. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.